കഷ്ടപ്പുറം രൂപത CLCയുടെ ആഭിമുഖ്യത്തിൽ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള അനുസ്മരണവും സാന്താക്കൂവ 2025 ക്വിസ് മത്സരവും പറവൂർ വിശുദ്ധ ഡോൺ ബോസ്കോ ദേവാലയ ഹാളിൽ വെച്ച് നടന്നു. പള്ളിപ്പുറം ഫൊറോന വികാരി ഫാദർ പ്രിൻസ് പടമാട്ടുമ്മൽ ഉദ്ഘാടനം ചെയ്തു. ഏതെങ്കിലും പ്രസ്ഥാനത്തിലേക്ക് വളർച്ചയ്ക്ക് വേണ്ടി സംഘടനയുടെ ബലം കൂടിയേ തീരൂ എന്നാണ് നമ്മുടെയൊക്കെ നാട്ടു നടപ്പ്. എന്നാൽ യാതൊരു സംഘടനാ ബലവുമില്ലാതെ തന്നെ ലോകം ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. യാതൊരു സംഘടനാ ബലവുമില്ല. അമ്മയുടെ മഹത്വം എന്ന് പറഞ്ഞാൽ ലോകരക്ഷകന്റെ അമ്മയായി മാറി എന്നുള്ളതാണ്. അത് ദൈവം തിരഞ്ഞെടുത്തുകൊണ്ടാണ്. അപ്പോൾ എല്ലാറ്റിലും ഉപരിയായിട്ടുള്ളത് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമുള്ള ക്രിസ്ത്യൻ ലൈഫ് കമ്മ്യൂണിറ്റി CLCയിൽ അംഗങ്ങളായി തീരുന്നവരും ഒരു പ്രത്യേകമായി അമ്മയാൽ തന്നെ തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. അപ്പോൾ നമ്മുടെ ഓരോ ഇടവകയിലും സ്ഥാപിതമായിരിക്കുന്ന ഈ CLC അംഗങ്ങള് അമ്മ പ്രത്യേകമായിട്ട് നിങ്ങളെ ഓരോരും തിരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരു നിശ്ചിതമായ പ്രായപരിധിയില്ലാതെ ആജീവനാന്തം നിലനിൽക്കുന്ന ഒരു സംഘടനയായി മാറുന്നു. CLC രൂപത പ്രസിഡന്റ് ജസ്മോൻ തോമസ് അധ്യക്ഷനായി. 1000-ന് മേലെ ആളുകൾ ഓൺലൈനിലൂടെ പങ്കെടുത്തുകൊണ്ട് ഈ ഒരു മത്സരം കാലങ്ങളായിട്ട് നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ അനുസ്മരണവും കൂടി നമ്മളിവിടെ നടത്തുകയുണ്ടായി. CLCയുടെ ആധ്യാത്മിക ആചാര്യനായ CLC എന്ന പ്രസ്ഥാനം, മരിയൻ സഖ്യം CLC എന്നുള്ള പ്രസ്ഥാനത്തിലേക്ക് മാറിയപ്പോൾ ഇതിന് തുടക്കം കുറിച്ച ഈശോസഭ വൈദികരുടെ ഈശോസഭ സ്ഥാപകനായിട്ടുള്ള വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള, അദ്ദേഹത്തിന്റെ ഏത് മേഖലകളിലുമുള്ള ആധ്യാത്മിക ചിന്തകളുമൊക്കെയാണ് CLC പ്രസ്ഥാനത്തിന് മാറ്റുകൂട്ടുക. രൂപത CLC പ്രൊമോട്ടർ ഫാദർ അലക്സ് ഇലഞ്ഞിക്കൽ മുഖ്യ പ്രഭാഷണം നടത്തി. ഇഗ്നേഷ്യൻ സ്പിരിച്വാലിറ്റിയുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രാർത്ഥനയും മെഡിറ്റേഷനുമാണ്. ഈ പ്രകൃതിയിൽ ദൈവത്തെ കണ്ടെത്തുക, പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് എന്ന് തിരിച്ചറിയുക, ഇതാണ് ഇഗ്നേഷ്യൻ സ്പിരിച്വാലിറ്റി. അപ്പോൾ നമ്മുടെ ജീവിതവുമായി CLC എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഇഗ്നേഷ്യൻ സ്പിരിച്വാലിറ്റിയുടെ അടിസ്ഥാനപരമായി പ്രകൃതിയിൽ ദൈവത്തെ കാണുവാൻ, നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ദൈവത്തെ കാണുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഓരോ CLC അംഗങ്ങൾ എന്ന നിലയിൽ നമ്മൾ പരസ്പരം പ്രാർത്ഥനയിൽ ഐക്യപ്പെട്ടുകൊണ്ട് ഈ പ്രകൃതിയുമായി ഒന്നു ചേർന്നുകൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളിലും ദൈവത്തെ കണ്ടെത്താനായിട്ട് സാധിക്കണം. അതിന് സംസ്ഥാന CLC പ്രസിഡന്റ് സാജു തോമസ് പ്രസംഗിച്ചു. സഭയ്ക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹം ആണ് വിശുദ്ധ ഇഗ്നേഷ്യസ്. കാരണം സഭയ്ക്ക് നൽകിയത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത 2-3 രത്നങ്ങളെ ഈ സഭയ്ക്ക് നൽകിയ വ്യക്തിയാണ് വിശുദ്ധ ഇഗ്നേഷ്യസ്. ഒന്ന്, അദ്ദേഹം ഒരു അൽമായനായിരുന്നപ്പോൾ തന്നെ അദ്ദേഹം ആധ്യാത്മിക സാധന എന്ന ഒരു ധ്യാനക്രമം സഭയ്ക്കായി നൽകി. എൻ്റെ അദ്ദേഹം ഒരു കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ വിശുദ്ധ ഫ്രാൻസിസ് സേവറിനെ കണ്ടെത്തി സഭയ്ക്ക് നൽകി. ഒപ്പം അദ്ദേഹം ഈശോ സഭ എന്ന വലിയൊരു സഭയെ രൂപം കൊടുത്തുകൊണ്ട് ആ സഭയെ ഈ സഭയ്ക്ക് വേണ്ടി നൽകി. ഇതെല്ലാം സമീഷയിലെ ഫാദർ ഫ്രാൻസിസ് പാറയ്ക്ക അനുസ്മരണ ക്ലാസ് നയിച്ചു. മോഡറേറ്റർ സിസ്റ്റർ ഹെലൻ, ദേശീയ സമിതി അംഗം ഷീല ജോയ്, പാരിഷ് സെക്രട്ടറി ജോബി കുര്യാപ്പിള്ളി, രൂപത CLC സെക്രട്ടറി ആന്റണി കോണോത്ത്, കൺവീനർ ജെറിൻ സേവ്യർ എന്നിവർ സംസാരിച്ചു. B.Ed പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ അനീന മരിയ ഫ്രാൻസിസിനെയും പുതിയ സംസ്ഥാന ദേശീയ ഭാരവാഹികളെയും ആദരിച്ചു. CJ ജോയ്, സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.